ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാരതം. ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ് മഹഫൂസ് ആലം സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചതിന് പിന്നാലെ ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മനസ്സിരുത്തി ചിന്തിച്ചേ വാക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകി. വിവാദമായതിന് പിന്നാലെ മഹഫൂസ് ആലം ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തു. ബംഗ്ലാദേശിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെങ്കിൽ ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യമാണ് ആലം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. ജൂലൈ മാസത്തിൽ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സൂത്രധാരനാണ് ആലം. യൂനിസിന്റെ സന്തത സഹചാരി കൂടിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യൂനിസ് സന്ദർശിച്ചപ്പോഴും ആലം അനുഗമിച്ചിരുന്നു യൂനിസിനെ. അതുകൊണ്ട് തന്നെ യൂനിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിസ്സാരമായി കാണാൻ ഭാരതം തയ്യാറല്ല. യൂനിസിന്റെയും കൂടി അറിവോടെയും സമ്മതത്തോടു കൂടിയും തന്നെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണിത് എന്ന് ഇന്ത്യ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അതേസമയം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര അന്തരീക്ഷം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഹിന്ദു വേട്ട ഇപ്പോഴും നിർദാക്ഷിണ്യം തുടരുകയാണ്. ആഗോള അഭ്യർത്ഥനകൾക്ക് ഒന്നും യൂനിസ് സർക്കാർ തീരെ വില കൊടുത്തില്ല. എല്ലാ രാജ്യവും ആഗോളതലത്തിൽ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ ന്യൂനപക്ഷ പീഡനം, ഹൈന്ദവ വംശഹത്യക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ട് പോലും കുറ്റക്കാർക്കെതിരെ കാര്യമായ നടപടി സ്വീകരിക്കാൻ ഇടക്കാല സർക്കാരായ യൂനിസ് സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം തരുൺ ചന്ദ്രദാസ് എന്ന ഒരു ഹിന്ദു പുരോഹിതൻ കൂടി കൊല്ലപ്പെട്ടപ്പോഴും യൂനിസ് സർക്കാർ പ്രതികരിച്ചില്ല. നാറ്റൂരിലെ കാശിപ്പൂർ എന്ന സ്ഥലത്ത് ശ്മശാനത്തിൽ നിന്ന് കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം ലഭിച്ചത്. പ്രദേശത്തെ 3ഓളം ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. 96% ഭാരതത്തെ ആശ്രയിച്ചാണ് ഇവരുടെ മുന്നോട്ട് പോക്ക്. 2022-23 സാമ്പത്തിക വർഷം $19 മില്യൺ വ്യാപാരമാണ് ഭാരതവുമായി നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഇത് $2 മില്യൺ ആയി താഴ്ന്നു. ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി ഭാരതം വെട്ടിച്ചുരുക്കിയതോടെ അവശ്യ വസ്തുക്കൾക്കടക്കം ക്ഷാമം നേരിടുകയാണ്. അതിന് പിന്നാലെയാണ് ഇനി പട്ടിണി കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇന്ത്യയോട് കൈനീട്ടി യാചിക്കുകയാണ് അരിക്കു വേണ്ടി യൂനിസ് സർക്കാർ. 50,000 ടൺ അരി നൽകണമെന്ന അഭ്യർത്ഥനയുമായി ബംഗ്ലാദേശ് എത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന് ഇന്ത്യയുടെ അരി കിട്ടിയിട്ട് വേണം ഇന്ത്യ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ. ഇന്ത്യ ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു ഇതര രോഗികൾക്ക് ചികിത്സ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ തടിച്ചുകൂടി. ഇന്നലെ കൊൽക്കത്തയിലെ മുകുന്ദ്പൂരിലുള്ള സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലായിട്ടാണ് BJP നേതാവ് ലോക്നാഥ് ചാറ്റർജിയുടെ നേതൃത്വത്തിൽ സന്യാസിമാർ ഉൾപ്പെടെ പ്രതിഷേധ റാലി നടത്തിയത്. ബംഗാളി ഹിന്ദു സുരക്ഷാ സമിതി എന്ന ബാനറുമായിട്ടാണ് BJP പ്രവർത്തകർ റാലി സംഘടിപ്പിച്ചത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു റാലി. രാജ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അവിടെ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയുമാണ്. അതിനാൽ അഹിന്ദുക്കളായ ബംഗ്ലാദേശികൾക്ക് ചികിത്സ നൽകരുത്. രാജ്യത്തിന്റെയും ത്രിവർണ പതാകയുടെയും ബഹുമാനത്തിനായി നമ്മുടെ ധാർമ്മികതയും ബിസിനസ്സും മാറ്റിവെക്കണം. ഇങ്ങനെ ആവശ്യപ്പെടുന്ന മെമ്മോറാണ്ടവും ആശുപത്രി അധികൃതർക്ക് BJP നൽകി. രാജ്യത്തെ മുഴുവൻ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് സല്യൂട്ട് തിരങ്ക ബാനറുകളുമായി പ്രതിഷേധിച്ച പ്രവർത്തകർ പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള രോഗികളെ പ്രവേശിപ്പിക്കില്ല എന്ന് അടുത്തിടെയാണ് കൊൽക്കത്തയിലെ ഒരു ആശുപത്രി അറിയിച്ചത്. ബംഗ്ലാദേശിൽ ഇന്ത്യൻ പതാകയെ അധിക്ഷേപിച്ചതിനെതിരായി വലിയ രൂപത്തിലുള്ള പ്രതിഷേധവും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. കൊൽക്കത്തയിലെ മറ്റൊരു ആശുപത്രിയും സമാനമായ നിലപാട് സ്വീകരിച്ചത് മാധ്യമങ്ങളിൽ കണ്ടു. ഇതിനു പുറമെ കൊൽക്കത്തയിലെ പ്രധാന മേളകളായ കൊൽക്കത്ത അന്താരാഷ്ട്ര പുസ്തകമേള, അതുപോലെ ബിധാൻ നഗർ മേള ഉത്സവ് എന്നിവിടങ്ങളിൽ
ഇത്തവണ ബംഗ്ലാദേശിൽ നിന്നുള്ള സ്റ്റാളുകൾ ഒരുക്കിയിരുന്നില്ല. 30ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും ബംഗ്ലാദേശിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയും ബംഗ്ലാദേശിനെ നല്ല രൂപത്തിൽ ഫണ്ട് നൽകിയും മോട്ടിവേഷൻ നൽകിയും സഹായിക്കുന്നത് ഇറാനും ഖത്തറും ഒക്കെ തന്നെയാണ്. പലപ്പോഴും അതിനെ സംബന്ധിക്കുന്ന വാർത്തകളും കണ്ടവരാണ് നമ്മൾ. പിന്നെ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. ഇപ്പോൾ ബംഗ്ലാദേശിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. അതിന് മുന്നോടിയായി ഇന്ന് മറ്റൊരു വിഷയം വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പരിശീലനം ലഭിച്ച ഭീകരൻ അറസ്റ്റിലായി. STF ആണ് അറസ്റ്റ് ചെയ്തത്. പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭീകരനെ പിടികൂടിയത്. എന്തായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് ഇനി പുറത്തു വരണം. നിരോധിത ഭീകര സംഘടനയായ തെഹ്രിക്കുൽ മുജാഹിദീൻ അംഗമായ ജാവേദ് മുൻഷിയെയാണ് ഇപ്പോൾ ATS സംഘം അറസ്റ്റ് ചെയ്തത്. ജമ്മു കാശ്മീർ പോലീസുമായി ഏകോപിപ്പിച്ച് പശ്ചിമ ബംഗാൾ പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് STF ആണ് അവർ നടത്തിയ ഒരു തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലാണ് ഈ ഭീകരൻ പിടിയിലായത്. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ കാനിങ്ങിന് സമീപം വെച്ചിട്ടാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. IED വിദഗ്ധനും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളുമാണ് പിടിക്കപ്പെട്ട ജാവേദ് മുൻഷി. നിരവധി തീവ്രവാദ ദൗത്യങ്ങളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് STF പുറത്തു പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ആള്. കാശ്മീർ മുതൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വരെയുള്ള ഇയാളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും STF പറയും. പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിൽ ബംഗ്ലാദേശിലേക്ക് ആളുകൾ കയറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പാകിസ്ഥാൻ ഭീകരരാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലും വലിയ രൂപത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ബംഗ്ലാദേശികൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് കടക്കാനും ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലെന്ന് നമുക്കറിയാം. ഇതിനെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും ശക്തമായ സംഘർഷാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇന്ത്യ ശക്തമായ രൂപത്തിലുള്ള മറുപടിയും നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് പെട്ടെന്ന് തുർക്കിയിൽ നിർമ്മിച്ച ചാര ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലെ ചിക്കൻ നെക്ക് മേഖലയിൽ പറത്തിക്കളിക്കുന്നത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അവർ ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കേണ്ടത്. എന്നാൽ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സംവരണ വിരുദ്ധ ആക്രമണങ്ങൾ കാരണം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടി. അതിനുശേഷം ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ടു. നോബൽ സമ്മാന ജേതാവായ പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലാണ് ഇടക്കാല സർക്കാർ രൂപം കൊണ്ടത്. അദ്ദേഹം അധികാരമേറ്റതു മുതലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ അകൽച്ച വന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളെ തുടർന്ന് രണ്ട് രാജ്യവും തമ്മിലുള്ള ഭിന്നത കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബംഗ്ലാദേശ് ഇന്ത്യയുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ചാര ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് വരെ ശ്രദ്ധയിൽപ്പെടുന്നത്. 94% വരെ ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തി പ്രദേശം മൊത്തം 4096 കിലോമീറ്റർ ദൂരമാണ്. ഇതിൽ പശ്ചിമ ബംഗാളുമായി പരമാവധി 2217 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. തന്നെയുമല്ല, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, ത്രിപുര, മിസോറാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുമായും ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിലെ പ്രധാന മേഖലയാണ് ചിക്കൻ നെക്ക് അഥവാ കോഴിക്കഴുത്ത് എന്ന് വിളിക്കുന്ന പ്രദേശം. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി മറ്റു ഭാഗങ്ങളുമൊക്കെയായി ബന്ധിപ്പിക്കുന്ന മേഖലയാണ് ഈ ചിക്കൻ നെക്ക്. പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ചിക്കൻ നെക്ക്. ഈ സ്ഥലം മാപ്പിൽ നോക്കിയാൽ കോഴിയുടെ കഴുത്ത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിന് ആ പേരും വന്നത്. കോഴിയുടെ കഴുത്തിന്റെ ഒരു ഭാഗമാണ് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത്. ഈ അതിർത്തിയിലാണ് ബംഗ്ലാദേശ് ചാര ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. വിവിധ ആധുനിക സൗകര്യമുള്ള തുർക്കി നിർമ്മിത ബെയ്രക്തർ TB2 ഡ്രോണുകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശ് ചാരപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
ഈ ഡ്രോണുകൾ ഒരു മെയിൽ തരമാണ്. ഇടത്തരം ഉയരത്തിലുള്ള ദീർഘ സഹിഷ്ണുത തരം എന്ന് പറയാം. ഇവയെ വിദൂരമായും സ്വയം ഭരണപരമായും നിയന്ത്രിക്കാനും സാധിക്കും. പരമാവധി 300 കിലോമീറ്റർ ചുറ്റളവിൽ 24 മണിക്കൂർ തുടർച്ചയായി ഇതിന് പറക്കാൻ കഴിയുമത്രേ.